ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ന്യൂമറിക്കൽസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ആണ്. നമ്മളുടെ പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 1 and 2 കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. അതായത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടാൻ നമ്മൾ എടുക്കേണ്ട ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, സാധാരണ നമ്മൾ ജാവലിനൊക്കെ എറിയുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളുടെ കയ്യിലിരിക്കുക അല്ലെങ്കിൽ ഷോർട്ട് പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെ കൈ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, അല്ലേ? എത്ര ഡിഗ്രി ആയിരിക്കും നമ്മളെ കൈക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആവും. അതിന് കാരണം എന്താണ്? അവിടെ മാക്സിമം റേഞ്ച് കിട്ടാനുള്ള കാരണം റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? u² sin 2θ/g ആണ്. അപ്പോൾ അവിടെ sin 2θ എത്രയായിരിക്കണം? 1 ആവുമ്പോഴാണ് മാക്സിമം റേഞ്ച് വരിക. അപ്പോൾ 2θ 1 ആവണമെന്നുണ്ടെങ്കിൽ 2 × θ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവണം. അതായത് 2 × 45 അല്ലേ 90 ഡിഗ്രി. അപ്പോൾ sin 90 അതായത് 1 വരും. അപ്പോൾ u²/g നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടും. അപ്പോൾ അതിന് എത്ര ആംഗിൾ ആയിരിക്കണം? θ വിൽ ബി 45 ഡിഗ്രി. അപ്പോൾ മാക്സിമം റേഞ്ച് കിട്ടാനുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിന്ന് കിട്ടും. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച്? അതായത് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് റേഞ്ച് കാണാൻ? മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ θ 45 ഡിഗ്രി ആവണം. അത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതൊന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് വാല്യൂ കിട്ടുക? 6 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? u² sin 2θ/g ആണ്, അല്ലേ? അപ്പോൾ u² × sin 90/g എന്ന് കിട്ടും 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. അപ്പോൾ അവിടെ എത്ര വരിക? sin 91 ആണ്. സോ r വിൽ ബി ഈക്വൽ ടു, അതായത് r മാക്സിമം is equal to u²/g ആണ്. അപ്പോൾ u²/g ആണ് നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ ഓഫ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. Question is find the angle of projection for which the range will be the same as that in case of θ = 30 degree for a given velocity of projection. നമുക്കിവിടെ കാണാനുള്ളത് എന്താണ്? ഒരു ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ്റെ കേസിൽ ആംഗിൾ എത്രയാണ്? θ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഏത് ആംഗിളിനായിരിക്കും ഈ 30 ഡിഗ്രി വരുമ്പോൾ ഉണ്ടാകുന്ന സെയിം റേഞ്ച് കിട്ടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഫോർ ദ angle of projection, find the angle of projection for which the range will be the same as that in the case of θ = 30 degree for a given velocity of projection. അതായത് θ 30 ഡിഗ്രി ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റേഞ്ചിന് ഈക്വൽ ആയിട്ട് കിട്ടുന്ന റേഞ്ച് എത്രയാണ് എന്നുള്ളതാണ്. അതായത് ഏത് പെർട്ടിക്കുലർ ആംഗിളിനാണ് നമുക്ക് സെയിം റേഞ്ച് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? അതായത് θ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ റേഞ്ച് വിൽ ബി സെയിം. അതായത് ഏതൊക്കെ ആംഗിൾസിനായിരിക്കും? θ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് എത്രയായിരിക്കണം? 90 - θ പിന്നെ സെയിം പ്രൊജക്ഷൻ കിട്ടുന്നത്, അതായത് സെയിം റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് θ എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രി എന്ന് അറിയാം. അടുത്തത് 90 - θ കിട്ടുന്നത്. അപ്പോൾ 90 - θ എന്ന് പറയുന്നത് എത്രയാണ് വരിക? യെസ്, 90 - 30 ഡിഗ്രി. സോ ദാറ്റ് വിൽ ബി 60 ഡിഗ്രി. അപ്പോൾ റേഞ്ച് സെയിം ആവുന്ന രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? അതായത് 30 ഡിഗ്രിക്ക് സെയിം ആയി വരുന്ന മറ്റൊരു ആംഗിളാണ് 60 ഡിഗ്രി ഫോർ ദ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. ക്ലിയർ ആയല്ലോ, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. 30 ഡിഗ്രി ആകുമ്പോഴും അതുപോലെ തന്നെ 60 ഡിഗ്രി ആകുമ്പോഴും നമുക്ക് കിട്ടുന്ന റേഞ്ച് എങ്ങനെയാണ്? സെയിം ആണ് വരുന്നത്. അപ്പോൾ നമ്മളത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആ വാല്യൂ കാണുന്നത്. നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? 30 ഡിഗ്രി ആണെങ്കിലും 60 ഡിഗ്രി ആണെങ്കിലും സെയിം റേഞ്ച് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question is, a cricket ball is thrown at a speed of 28 meter per second in a direction 30 degree above the horizontal. Calculate A, the maximum height, B, the time taken by the ball to return to the same level, and C, the distance from the thrower to the point where the ball returns to the സെയിം ലെവൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? സ്പീഡ് തന്നിട്ടുണ്ട്, അല്ലേ? അതായത് വി ഓർ യു, വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഓർ സ്പീഡ് എത്രയാണ്? 28 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. θ 30 ഡിഗ്രിയാണ്. നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, മാക്സിമം ഹൈറ്റ്, അതായത് h കാണണം. അതുപോലെ തന്നെ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റിട്ടേൺ ടു ദ
സെയിം ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഓക്കെ, സോ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക, ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിസ്റ്റൻസ് ഫ്രം ദ ത്രോവർ ടു ദ പോയിന്റ് വേർ ദ ബോൾ റിട്ടേൺസ് ടു ദ സെയിം ലെവൽ. അതായത് ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ എത്താനുണ്ടാവുന്ന ആ ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുക? യെസ്, റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒന്ന് എടുത്ത് എഴുതാം. യു 28 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ തീറ്റ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഫസ്റ്റ് മാക്സിമം ഹൈറ്റ് എങ്ങനെ കാണാം? എച്ച് കാണാനുള്ള ഇക്വേഷൻ. യെസ്, എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. അപ്പോൾ യു സ്ക്വയർ എന്ന് പറയുമ്പോൾ 28 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. സോ സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി. സോ 2 ഇൻറ്റു 9.8. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? യെസ്, സൈൻ തീറ്റയുടെ വാല്യൂ ആണ്, അതായത് സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ 28ൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? മാക്സിമം ഹൈറ്റ്, യെസ്, ദാറ്റ് ഈസ് 10 മീറ്റർ ആണ്. ഓക്കെ, സോ മാക്സിമം ഹൈറ്റ് ഈസ് 10 മീറ്റർ. അടുത്ത് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കാണാനുള്ളത്. അപ്പോൾ എങ്ങനെ കാണാം? ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി ആണ്. അപ്പോൾ എങ്ങനെയാണ്? യു എന്ന് പറയുന്നത് യെസ് 28 ആണ്. ദെൻ തീറ്റ 30 ഡിഗ്രിയാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 28 ഇൻറ്റു സൈൻ 30 ഡിവൈഡഡ് ബൈ 9.8 കിട്ടും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കൂ. യെസ്, എത്ര കിട്ടുന്നത്? ടി ഈസ് ഈക്വൽ ടു 2.9 സെക്കൻഡ്സ് ആണ് അല്ലേ? 2.9 സെക്കൻഡ്സ് ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ചോദിച്ചിട്ടുള്ളത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു യെസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. സോ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജിയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ആർ ഇസ് ഈക്വൽ ടു 28 സ്ക്വയർ സൈൻ 2 ഇൻറ്റു 30 അല്ലേ? അപ്പോൾ സൈൻ 60 ഡിവൈഡഡ് ബൈ ജി, ദാറ്റ് ഈസ് 9.8. അപ്പോൾ എത്ര കിട്ടുക? അതായത് 28 സ്ക്വയർ ഇൻറ്റു സൈൻ 60 ഡിവൈഡഡ് ബൈ ജി. സൈൻ 60യുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആൻസർ ഈസ് യെസ് 69 മീറ്റർ ആണ്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണ് കിട്ടുന്നത്? 69 മീറ്റർ ആണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ? എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ? ആ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ? യൂണിഫോം സർക്കുലർ മോഷൻ, അതായത് ഒരു സർക്കുലർ മോഷൻ്റെ കേസിൽ അവിടെ ഉണ്ടാവുന്ന സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയാം. വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? വെൻ എൻ ഒബ്ജക്റ്റ് ഫോളോസ് എ സർക്കുലർ പാത്ത് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. വെൻ എ ഒബ്ജക്റ്റ് ഫോളോസ് എ സർക്കുലർ പാത്ത് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, അപ്പോൾ സർക്കുലർ മോഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. സ്പീഡ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ്റെ ചില പ്രത്യേകതകൾ ചിലപ്പോൾ ചോദിക്കാം. അടുത്തത് എന്താണ്? അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവോ? സർക്കുലർ മോഷനാണ്. അപ്പോൾ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും വരിക? വെലോസിറ്റി അവിടെ കോൺസ്റ്റൻ്റ് അല്ല. കാരണം എന്താണ്? അവിടെ ഡയറക്ഷൻ ഓരോ മൊമെൻറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ വെലോസിറ്റി എന്തല്ല? ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അതായത് ദ വെലോസിറ്റി ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. അടുത്ത കേസിൽ ആക്സിലറേഷൻ്റെ കേസ് എന്തായിരിക്കും? അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യെസ് ആക്സിലറേഷൻ ഈസ് ഓൾസോ നോട്ട് കോൺസ്റ്റൻറ്റ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. യൂണിഫോം സർക്കുലർ മോഷൻ്റെ കേസിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വെലോസിറ്റി is not constant and acceleration is also not constant. Next question is, give an example for a motion in which speed is constant but velocity varying. അതായത് ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെലോസിറ്റി വേരി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കേസിന് എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഏത് കേസിലാണ് അങ്ങനെ സംഭവിക്കുന്നത്? സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ് ബട്ട് വെലോസിറ്റി ഈസ് വാരിയിങ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ അവിടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഓരോ മൊമെൻറ്റിലും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? വാരിയിങ് ആയിരിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ രീതിയിലും വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ മോഷൻ ഇൻ വിച്ച് സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ് സ്റ്റിൽ ആക്സിലറേറ്റിംഗ്. അതായത് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുന്ന ഒരു കേസ്, അതിന് എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ നേരത്തെ കണ്ടത് എങ്ങനെയാണ്? യൂണിഫോം സർക്കുലർ മോഷൻ്റെ കേസിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരുന്നെങ്കിലും അതിന് ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അവിടെ വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. കാരണം സ്പീഡ്
എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷേ വെലോസിറ്റി ആകുമ്പോൾ എന്താണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് യൂണിഫോം സർക്കുലർ മോഷൻ്റെ കേസിൽ തന്നെയാണ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയാലും ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ ഈസ് യൂണിഫോം സർക്കുലർ മോഷൻ. അടുത്ത കേസിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് പീരീഡ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. അതായത് ഒരു യൂണിഫോം സർക്കുലർ മോഷൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് ടൈം പീരീഡ് കാണാൻ പറ്റുക, എന്താണ് ടൈം പീരീഡ്. ആക്ച്വലി നമുക്കറിയാം അല്ലേ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊരു ഒബ്ജക്റ്റിൻ്റെ കേസിലാണെങ്കിലും ടൈം ടേക്കൺ ബൈ ആൻ ഒബ്ജക്റ്റ് ടു മേക്ക് വൺ റെവല്യൂഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും വരിക, യെസ് സെക്കൻഡാണ്, ടൈമാണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്, എസ് ഐ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ആൻ ഒബ്ജക്റ്റ് ടു മേക്ക് വൺ റെവല്യൂഷൻ is known as its time period, capital T. അടുത്ത കേസിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഫ്രീക്വൻസി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. അതും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന റെവല്യൂഷൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീക്വൻസി എന്ന് പറയുക. നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ് ഇസ് കാൾഡ് ഫ്രീക്വൻസി. അതിന് ന്യൂ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇക്വേഷൻ എന്താണ്, 1/T ആണ്. യൂണിറ്റ് ഹേർട്സ് ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി. എന്താണ് ആംഗുലാർ വെലോസിറ്റി? അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ അതേപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റി ആകുമ്പോൾ എന്തായിരിക്കും, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമിനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുക. എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ആംഗിൾ ആണ് അല്ലേ, ഇൻ റേഡിയൻസ് സെപ്റ്റ് ഔട്ട് ബൈ ദ റേഡിയസ് വെക്ടർ ഇൻ എ ഗിവൺ ഇൻ്റർവെൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാൻ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന റേഡിയസ് വെക്ടർ, അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ടാവുന്ന ആംഗിളിനെയാണ്, അതായത് ആംഗിൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേഡിയനിലാണ്. ഇൻ റേഡിയൻസ് സെപ്റ്റ് ഔട്ട് ബൈ ദ റേഡിയസ് വെക്ടർ ഇൻ എ ഗിവൺ ഇൻ്റർവെൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ഇനി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ് അല്ലേ. സോ ഒമേഗ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയായിരിക്കും, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡെൽറ്റ തീറ്റയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡെൽറ്റ ടി. അല്ലെങ്കിൽ അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷനാണ് ഒമേഗ ഈക്വൽ ടു 2π/T എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു 2π/T എന്ന് എഴുതാം. ഇനി 1/T എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി അല്ലേ, ന്യൂ ആണ്. സോ അതിന് പകരം എന്താ എഴുതാം, ഒമേഗ ഈക്വൽ ടു 2π ന്യൂ എന്നും നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ 3 രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ എന്താണ് ഡി തീറ്റ ബൈ ഡി ടി. അതുപോലെ തന്നെ ഒമേഗ ഈക്വൽ ടു 2π/T ഓർ ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും യൂണിറ്റ് ഈസ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. നമ്മൾ പറഞ്ഞു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെ റേഡിയനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സോ റേഡിയൻ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ്. Hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.